കൃപാസനം പത്രം ജൂലൈ 2025 പാർട്ട് 7. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള റോഷ്നിയുടെ സാക്ഷ്യം. 11 വയസ്സുള്ള മകൻ ജനിതക രോഗം മൂലം മരണപ്പെട്ടുപോയി. മകൻ നഷ്ടപ്പെട്ട ആ മാസം തന്നെ കൃപാസനം മാതാവ് ഞങ്ങൾക്ക് കുഞ്ഞിനെ നൽകി. എന്റെ 11 വയസ്സുള്ള മകൻ ജനിതക രോഗം മൂലം മരണപ്പെട്ടുപോയി. മാനസികമായി തകർന്നുപോയി ഞാൻ അതിനുശേഷം ഭർത്താവിനോടൊപ്പം ഗൾഫിൽ പോയി. അവിടെ വെച്ച് യൂട്യൂബിൽ മാതാവിന്റെ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ഭർത്താവിന്റെ സുഹൃത്തു വഴി കൃപാസനം മാതാവിന്റെ ഫോട്ടോയും തിരിയും വാങ്ങി പ്രാർത്ഥിക്കുകയും ലൈറ്റ് എ കാൻഡിൽ പ്രെയർ ചെയ്യുകയും ചെയ്തു. ആദ്യത്തെ കുട്ടി ഉള്ളപ്പോൾ തന്നെ ഞങ്ങൾക്ക് ജനിതക രോഗമുള്ളതിനാൽ രണ്ടാമതൊരു കുട്ടിക്ക് വേണ്ടി ശ്രമിക്കേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി ആരാധനയുടെ സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ജനിതക രോഗമുള്ള മാതാപിതാക്കളെയും അവർക്ക് ജനിക്കുന്ന കുട്ടികളെയും ഈശോ സുഖപ്പെടുത്തുന്നുവെന്ന് സന്ദേശം പറഞ്ഞു. അതിനുശേഷം ഞാൻ പ്രഗ്നന്റ് ആയി. മകൻ നഷ്ടപ്പെട്ട മാസം തന്നെ എനിക്കൊരു ആൺകുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. ഡൽഹിയിൽ നിന്നുള്ള തോമസ് മാമ്പള്ളിയുടെ സാക്ഷ്യം. മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത്. ഉടമ്പടി വഴിയായി മാതാവ് എനിക്ക് തന്നത് ജീവൻ തന്നെയാണ്. എനിക്ക് കോളൻ ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് 3rd സ്റ്റേജ് ആയെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ സർജറിക്ക് ഡേറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവയൊക്കെ സഹോദരിമാരുമായി ഷെയർ ചെയ്തു. എന്റെ സഹോദരിമാരും ഭാര്യയും കുടുംബവും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി എന്റെ സർജറി പെട്ടെന്ന് നടന്നു. 16 സെന്റിമീറ്ററോളം വൻകുടലിന് താഴെ മുറിച്ചു മാറ്റി. കീമോതെറാപ്പി ചെയ്യുമ്പോൾ വേദന മൂലം ഞാൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് എല്ലാവരോടും പറഞ്ഞത്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന എന്റെ ഫോട്ടോ എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ തന്ന കാശുരൂപവും ഉടമ്പടി നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് മാതാവ് ജീവൻ തിരിച്ചു തന്നു. ഒരു ക്യാൻസർ സെൽ പോലും ഇപ്പോൾ എന്റെ ശരീരത്തിലില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. മുംബൈയിൽ നിന്നുള്ള ശൈലജ വർഗീസിന്റെ സാക്ഷ്യം. ലൈറ്റ് എ കാൻഡിൽ പ്രെയർ ഇട്ടപ്പോൾ കുഞ്ഞ് തിരിഞ്ഞു വന്ന് പ്രസവം നോർമലായ സാക്ഷ്യമാണ് മുംബൈയിൽ നിന്നുള്ള ശൈലജ പങ്കുവെക്കുന്നത്. എന്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് 1.5 വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മകൾ പ്രഗ്നന്റ് ആയെങ്കിലും ആദ്യ മാസത്തിൽ തന്നെ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. 7ാം മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിന് എക്സ്റ്റെൻഡഡ് ബ്രീച്ച് ആണെന്ന് തെളിഞ്ഞു. ഡോക്ടർ പറഞ്ഞത് ബുദ്ധിമുട്ടാണ്, നോർമൽ ഡെലിവറി ആകാൻ ഒരു സാധ്യതയുമില്ല, സിസേറിയൻ വേണമെന്നാണ്. ഞങ്ങൾ ലൈറ്റ് എ കാൻഡിൽ പ്രെയർ ചെയ്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കുഞ്ഞ് നേരെയായി എന്ന റിപ്പോർട്ട് വരികയും നോർമൽ ഡെലിവറിയിലൂടെ കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം കുഞ്ഞിന്റെ പൊക്കിളിൽ ഹെർണിയ ഉണ്ടായിരുന്നു. 7 മാസം കഴിഞ്ഞ് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ ഉടമ്പടി തൈലം പൊക്കിളിലിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 4 മാസം ആകുന്നതിന് മുമ്പ് തന്നെ അത് മാറി പൂർണ്ണ സൗഖ്യം ലഭിച്ചു. കൂടാതെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കുടുംബ ഷെയറിൽ തന്നെ നല്ലൊരു ഭവനം പണിയാൻ സാധിച്ചു. ആലുവ ചൂണ്ടിയിൽ നിന്നുള്ള മേരിയുടെ സാക്ഷ്യം. MBBS ഫൈനൽ ഇയർ പഠിക്കുന്ന മകൾ പാസ്സാകുന്നുണ്ടായിരുന്നില്ല. ജോസഫ് അച്ഛൻ 6 എന്ന ഒരു സംഖ്യ കാണുന്നു എന്ന് സന്ദേശത്തിൽ പറഞ്ഞു. ഉടമ്പടി പുതുക്കിയപ്പോൾ സംഭവിച്ചത്. MBBSന് പഠിക്കുന്ന എന്റെ മകൾ ഫൈനൽ ഇയർ എക്സാം പലതവണ എഴുതിയിട്ടും പാസ്സാകുന്നില്ലായിരുന്നു. മകൾക്ക് ഡിപ്രഷനും ശാരീരിക ബുദ്ധിമുട്ടും മൂലം വളരെ വിഷമത്തിലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് 6ാമത്തെ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. ഉടമ്പടി ആരാധനയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ 6 എന്ന സംഖ്യ കാണുന്നു എന്ന് സന്ദേശം പറഞ്ഞു. അതിനുശേഷം മകൾ എക്സാം എഴുതുകയും MBBS പാസ്സാകാനും സാധിച്ചു. കൂടാതെ 29 വർഷമായി എന്റെ ഉള്ളങ്കാൽ വീണ്ടുകേറി ചൊറിച്ചിലും അസഹനീയമായ വേദനയും ഉണ്ടായിരുന്നു. ഞാൻ വെഞ്ചരിച്ച് ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 3ാമത് ഉടമ്പടി പുതുക്കിയ ശേഷം അസുഖം പൂർണ്ണമായി മാറിക്കിട്ടി. ഇളയ മകൾക്ക് ഡെങ്കിപ്പനി വന്ന് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് തീരെ താണുപോയിരുന്നു. വളരെ സീരിയസ് ആയ അവസ്ഥയിൽ ഞാൻ പരിശുദ്ധ അമ്മയോട് സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നതിന്റെ ഫലമായി മകൾക്ക് സൗഖ്യം ലഭിച്ചു. വീടിനടുത്തുള്ള കോളേജിൽ മകൾക്ക് PGക്ക് അഡ്മിഷനും ലഭിച്ചു. കോതമംഗലത്ത് നിന്നുള്ള അശ്വതിയുടെ സാക്ഷ്യം. ഒരു ദിവസം രാത്രി 12 മണിയായപ്പോൾ മാതാവിനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് മകൻ എണീറ്റു. അതിനുശേഷം ഒരിക്കൽ പോലും അവൻ രാത്രി ഭയപ്പെട്ടിട്ടില്ല. എന്റെ ഡെലിവറി കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് പീരിയഡ്സിന്റെ സമയത്ത് നല്ല ബ്ലീഡിംഗ് ഉണ്ടാകുമായിരുന്നു.
ഞാൻ കൃപാസനത്തിലെ വെഞ്ചരിച്ച ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിച്ച ശേഷം പിന്നീട് ഇതുവരെ അസുഖമുണ്ടായിട്ടില്ല. കൂടാതെ എന്റെ മകൻ 3 വയസ്സ് മുതൽ രാത്രി പേടിച്ച് ഞെട്ടി എഴുന്നേൽക്കുമായിരുന്നു. പള്ളിയിൽ പോയാലും ഇരിക്കുകയില്ലായിരുന്നു. ഞാൻ വെഞ്ചരിച്ച ഉപ്പ് വെള്ളത്തിൽ കലക്കി കൊടുക്കുകയും ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം രാത്രി 12 മണിക്ക് അവൻ മാതാവിനെ കണ്ടുവെന്ന് പറഞ്ഞ് എഴുന്നേറ്റു. പിന്നീട് ഇതുവരെ രാത്രി കിടന്ന് പേടിച്ചിട്ടില്ല. കൂടാതെ 10 വർഷമായി ഞങ്ങളുടെ സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് തടസ്സങ്ങളായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ച് സാക്ഷ്യം പറയാമെന്ന് നേർന്നതിന്റെ ഫലമായി സ്ഥലം വിൽക്കാൻ സാധിച്ചു. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള ബിന്ദു ദേവിയുടെ സാക്ഷ്യം. 33 വർഷമായി നിരന്തരം യൂറിനറി ഇൻഫെക്ഷൻ വരുമായിരുന്നു. ഉടമ്പടിക്ക് ശേഷം മാതാവ് ചെയ്തു തന്നത്. എനിക്ക് 33 വർഷമായി നിരന്തരമായി യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുമായിരുന്നു. ഒരുപാട് ഡോക്ടർമാരെ കണ്ട് മരുന്ന് കഴിച്ചുവെങ്കിലും അസുഖത്തിന് മാറ്റമില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തെങ്കിലും വേറെ ഒരുപാട് നിയോഗങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ഈ നിയോഗം വെച്ചില്ല. ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് തലകറക്കമുണ്ടായി. ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഹൈ യൂറിനറി ഇൻഫെക്ഷൻ ആണ്. എന്നാൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്ന ശേഷം ബൈബിൾ എടുത്തപ്പോൾ കിട്ടിയത് മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് എന്ന വചനമാണ്. പരിശുദ്ധ അമ്മ എനിക്ക് സൗഖ്യം നൽകി. കോട്ടയം അതിരമ്പുഴയിൽ നിന്നുള്ള രാജീസ് വർഗീസിന്റെ സാക്ഷ്യം. ഹെവി ബ്ലീഡിംഗ് മൂലം ഞാൻ വല്ലാതെ വിഷമിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ സൈത്ത് പൂശിയുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം സംഭവിച്ചത്. എനിക്ക് ഹെവി ബ്ലീഡിംഗ് ആയിരുന്നു. ഒരു തരത്തിലും മാറുന്നില്ലായിരുന്നു. മരുന്നുകളെല്ലാം അലർജി ആയിരുന്നതിനാൽ അത് തുടരാൻ പറ്റില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ കൃപാസനത്തിൽ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ സൈത്ത് തന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉദരത്തിൽ കുരിശു വരയ്ക്കാൻ പറഞ്ഞു. 2 ദിവസത്തിന് ശേഷം എനിക്ക് സ്വിച്ച് ഇട്ട പോലെ ബ്ലീഡിംഗ് നിന്നു. പിന്നീട് ഇതുവരെ എനിക്ക് അസുഖമുണ്ടായിട്ടില്ല. കൂടാതെ എന്റെ വലത് കണ്ണിന്റെ തടത്തിൽ ഒരു വലിയ പയറുമണി വലിപ്പത്തിൽ ഒരു അരിമ്പാറയുണ്ടായിരുന്നു. കണ്ണടയ്ക്കാനും തുറക്കാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ അത് സർജറി വേണമെന്നും ബയോപ്സിക്ക് വിടണമെന്നും പറഞ്ഞു. ഞാൻ ഉടമ്പടി തൈലം കുരിശിട്ട് കണ്ണിൽ പുരട്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കണ്ണിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. അരിമ്പാറ കാണുന്നില്ല. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. കാസർഗോഡ് നിന്നുള്ള സീനയുടെ സാക്ഷ്യം. 16 വർഷമായ സോറിയാസിസ് ഉൾപ്പെടെ സുഖപ്പെട്ട വലിയ ഉടമ്പടി സാക്ഷ്യം. എന്റെ മകൾക്ക് 16 വർഷമായി സോറിയാസിസ് മൂലം വളരെയധികം ചൊറിച്ചിലും വേദനയുമായിരുന്നു. പല ഡോക്ടർമാരെയും കണ്ട് മരുന്ന് കഴിച്ചുവെങ്കിലും ഫലമില്ലായിരുന്നു. ഡോക്ടർമാർ ഞങ്ങളെ വേറെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞ് ഒഴിവാക്കി വിടുമായിരുന്നു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തതിന്റെ ഫലമായി മകൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. കൂടാതെ ഇളയ മകൾക്ക് 3 വർഷമായി കാലിന്റെ മുട്ട് ചിരട്ട തെന്നുന്ന അസുഖമുണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ഓപ്പറേഷൻ വേണമെന്നും 2 ലക്ഷം രൂപ ആകുമെന്നും പറഞ്ഞു. ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മകൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. എന്റെ 8 വർഷമായി ഉണ്ടായിരുന്ന കണ്ണിന്റെ അലർജിയും മാറിക്കിട്ടി. എറണാകുളം അങ്കമാലിയിൽ നിന്നുള്ള ബൈജുവിന്റെ സാക്ഷ്യം. 17 വർഷമായുള്ള വീട് എന്ന സ്വപ്നം പൂവണിഞ്ഞത് കൃപാസനം മരിയൻ ഉടമ്പടി വഴി. ഞങ്ങൾ 17 വർഷമായി ഒരു ഭവനം പണിയുന്നതിന് ആഗ്രഹിച്ചിട്ട് തടസ്സങ്ങളായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച ഉപ്പ് വിതറി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 3 മാസത്തിനുള്ളിൽ വീട് പണി ആരംഭിച്ചു. ഉടമ്പടി പ്രാർത്ഥന കൃത്യമായി പാലിക്കുന്നതിനും കുർബാനയിൽ മുടങ്ങാതെ സംബന്ധിക്കുന്നതിനും സാധിച്ചു. ആത്മീയമായി വളരെയധികം വളരാൻ സാധിച്ചു. അതിന്റെ ഫലമായി പലരും സാമ്പത്തികമായി സഹായിക്കുകയും 2 മുറിയുള്ള ഒരു ഭവനം പണിതീർത്ത് കിട്ടുന്നതിന് നിയോഗം വെച്ചപ്പോൾ 7 മാസത്തിനുള്ളിൽ 5 മുറിയുള്ള നല്ലൊരു ഭവനം പണിതീർത്ത് താമസിക്കാനും പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും ചെയ്യുന്നതിന് പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു.